കോഴിക്കോട് ബീച്ച് റോഡിൽ പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിക്ക് ജാമ്യം. മഞ്ചേരി സ്വദേശിയായ സാബിത്തിനെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത്. ഗുരുതരമായ കേസായിട്ടും തിടുക്കത്തിൽ ജാമ്യം അനുവദിച്ചതിൽ പ്രതിഷേധവും ഉയരുകയാണ്. അതേസമയം അപകടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 4 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഇന്നലെ രാവിലെ ബീച്ച് റോഡിൽ വെള്ളയിൽ ഭാഗത്താണ് പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ വടകര കടമേരി സ്വദേശി ആൽവിൻ എന്ന 20-കാരന് വണ്ടിയിടിച്ച് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. അപകടമുണ്ടാക്കിയ തെലുങ്കാന രജിസ്ട്രേഷനിലുള്ള ബെൻസ് ജീവാഗൺ ഓടിച്ചത് മഞ്ചേരി സ്വദേശി സാബിത്താണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. ഡിഫൻഡർ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരുന്നു. കസ്റ്റഡിയിലെടുത്ത 2 വാഹനങ്ങളിലെയും ഡ്രൈവർമാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതേസമയം 2 പേരുടെ മൊഴിയിലെ വൈരുദ്ധ്യവും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. ദൃക്സാക്ഷികൾ ബെൻസ് കാറാണ് കാർ റേസിംഗ് ചിത്രീകരിക്കുകയായിരുന്ന ആൽവിനെ ഇടിച്ചതെന്ന് പറഞ്ഞിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിലും ബെൻസ് കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചാണ് ബെൻസ് ജി വാഗൺ കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഡിഫൻഡർ വണ്ടി ഇടിച്ചാണ് അപകടം ഉണ്ടായെന്ന് ആദ്യം പറഞ്ഞിരുന്നെങ്കിലും കൂട്ടത്തിലുണ്ടായിരുന്ന ബെൻസ് ജി വാഗൺ വണ്ടിക്ക് തെലുങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലൊക്കെ പറഞ്ഞിരുന്നത്. അന്വേഷണത്തിൽ നമുക്ക് പ്രതികളെ കാര്യമായി ചോദ്യം ചെയ്തതിലും ഈ 2 വണ്ടിയുടെ ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സാബിത്ത് എന്നുള്ള ഈ 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് ജീവാഗൺ ഓടിച്ചിരുന്നതെന്നും ആ ബെൻസ് ജീവാഗൺ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇടിച്ച വാഹനം ഏതാണെന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യത്തിലാണ് ഉത്തരമായിരിക്കുന്നത്. തെലങ്കാന രജിസ്ട്രേഷനിലുള്ള കാർ ഒരാഴ്ച മുമ്പാണ് ഹൈദരാബാദിൽ നിന്നും എത്തിച്ചത്. വാഹനത്തിന് ഇൻഷുറൻസ് രേഖകളുമില്ല. അപകടത്തിൽപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടിയാണ് വാഹനം മാറ്റി പറഞ്ഞതെന്നും സാബിത്തും ഡിഫൻഡർ ഓടിച്ചിരുന്ന ഇടശ്ശേരി സ്വദേശി മുഹമ്മദ് റബീസും പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. 1999 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ പ്രമോഷന് വേണ്ടിയായിരുന്നു കാർ ചേസിംഗും പ്രമോഷൻ വീഡിയോ ചിത്രീകരണവും. വാഹനോടമയുടെ ജീവനക്കാരനാണ് സാബിത്ത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അശ്രദ്ധയോടെ വാഹനമോടിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. സാബിത്തിന്റെയും റയീസിന്റെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിലുള്ള റീൽസ് ചിത്രീകരണവും വരുത്തിവെക്കുന്ന ദുരന്തങ്ങളിലേക്കാണ് ഈ അപകടവും വിരൽ ചൂണ്ടുന്നത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധന ശക്തമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ശ്രമം. ക്യാമറമാൻ സനലിനോടൊപ്പം ദുസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.